അങ്ങല്ലാതെ ആരുമില്ല കൃഷ്ണ, അങ്ങയിലേക്ക് ഞാനിതാ വന്ന് വീണു എന്ന് പറഞ്ഞ് നമസ്കരിക്കണം എത്രയോ ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടുപുറകിലേക്ക് നോക്കിയപ്പോൾ കാണാം. അതിൻ്റെ അർത്ഥം ഭഗവാൻ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരിക്കലും എല്ലാ ധർമ്മങ്ങളെയും കൂടെ വിട്ടെറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഓടി വരിക എന്നുള്ളത് മാത്രമല്ല, ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എനിക്കുള്ള ആരാധനയായിട്ട് കണ്ടുകൊണ്ട് നീ കർമ്മം ചെയ്യൂ എന്നുള്ളതാണ്. എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് ആർക്കുള്ള അർച്ചനയായിട്ട് മാറ്റാൻ ഭഗവാൻ പറയുന്നു, ഭഗവാനുള്ള അർച്ചനയാക്കി മാറ്റാൻ പറയുന്നു. ആ ഭഗവാൻ ഇരിക്കുന്നത് ഒരിക്കലും ഗുരുവായൂർ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് എന്നുള്ള ഭാവം ഭഗവാൻ ഉണ്ടാക്കി തരികയും ചെയ്യുന്നു. കാർപ്പണ്യദോഷം എന്ന് ഭഗവാൻ വിളിക്കുന്ന നമ്മളിൽ തന്നെ പല ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട ദോഷം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് നോക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഉള്ളിലേക്കൂടെ നോക്കാൻ ഭഗവാൻ പറയുന്നു. അങ്ങനെ നോക്കുന്നവരെയാണ് ഭഗവാൻ അമൃതസ്യ പുത്ര എന്ന് വിളിച്ചത്, അല്ലേ? അവനവൻ്റെ അകത്തേക്ക് നോക്കാൻ പറയുന്നു ഭഗവാൻ. അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം കാണാനായിട്ട് ഞാൻ വിശേഷപ്പെട്ട കണ്ണുകളെ നിനക്ക് തരാമെന്ന് ഭഗവാൻ പറഞ്ഞത് ഒരിക്കലും ഭഗവാന്റെ ആ പ്രത്യക്ഷത്തിലുള്ള രൂപം കാണാൻ വേണ്ടി മാത്രമല്ല, അകത്തേക്ക് നോക്കാനുള്ള അകക്കണ്ണാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടാവണം. അങ്ങനെ ഗീതയെ കാണുമ്പോൾ ആത്യന്തികമായിട്ട് ഭഗവാൻ ഓരോ ശ്ലോകത്തിലും അഭിമുഖീകരിച്ചിട്ടുള്ളത് അർജുനൻ എന്ന് പറയുന്ന യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പോരാളിയുടെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല, പലപ്പോഴായി ഗുരുവായൂരും നിങ്ങളുടെ നാട്ടിലെ അമ്പലങ്ങളിലും ഒക്കെ ശ്രീകോവിലിന് മുമ്പിൽ ചെന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തന്നെയാണ് ഈ 18 അധ്യായങ്ങളിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം അപ്പം നമുക്കുണ്ടാവും അകത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത്. അതിനു വേണ്ടി വേണം നമ്മൾ ഇന്നത്തെ കാലത്ത് ഗീതയെ ഉയർത്തി കാണിക്കാൻ. ഗീത ഒരിക്കലും ഒരു അമാനുഷികമായുള്ള പുസ്തകമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ സേനയോർ യുഭയോർ മധ്യേ രഥം സ്ഥാപിതം അച്യുത എന്ന് പറഞ്ഞ് 2 സേനകളുടെയും ഇടയിൽ എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തിയാലും ഭഗവാനെ എന്ന് പറയുന്ന അർജുനന്റെ കോൺഫിഡൻസ് ആണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്, അല്ലേ? ഞാനൊന്ന് കാണട്ടെ ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിനെയാണ് ഭഗവാൻ 18ാമത്തെ അധ്യായത്തിൽ 66ാമത്തെ ശ്ലോകത്തിൽ നീ ആ കോൺഫിഡൻസും കളഞ്ഞ് എന്നിലേക്ക് വന്ന് ശരണം പ്രാപിക്കുക എന്ന് പറയുന്നത്. അതൊരിക്കലും ഒന്നും ചെയ്യാതിരിക്കുന്നുള്ളതിൻ്റെ അർത്ഥമല്ല. കാരണം ഈ കോൺഫിഡൻസ് ഉള്ള അതേ അർജുനാണ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയണത് സ്വജനംസ്യ കഥം ഹത്യ സുഖിനസ്യാമ മാധവാന്ന്. എന്നെ കൊല്ലാൻ വന്നവരെ, എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ പോകുന്നവരെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് ഒരാൾ പറയാണ് ഇവരെയൊക്കെ കൊന്നിട്ട് എന്ത് കിട്ടുന്നു കൃഷ്ണ, അല്ലേ? ഇത് നമ്മുടെ മനസ്സാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും തമാശയായിട്ട് പറയണതാട്ടോ. അപ്പോൾ ഫുഡ് കൺട്രോളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഓടി നടന്ന് പ്രഭാഷണമൊക്കെ നടക്കുന്ന സമയത്ത് വിചാരിക്കും നാളെ മുതൽ ഓടാൻ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കിടക്കുക. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തോന്നും ഇന്ന് വേണ്ട, നാളെ ആവാം. ഇന്നലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓടാൻ പോകാൻ തീരുമാനിച്ചതും ഞാൻ തന്നെയാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അത് വേണ്ട പിന്നേക്ക് ആക്കാൻ തീരുമാനിച്ചതും ഞാൻ തന്നെയാണ്, അല്ലേ? എല്ലാം ഇതിനകത്ത് നിന്ന് തന്നെയാണ് വന്നത്. അപ്പം അതുകൊണ്ട് ഈ രീതിയിലേക്ക് നമ്മുടെ മനസ്സ്, ചഞ്ചലമായിരിക്കുന്ന മനസ്സുള്ള എന്നെ, അല്ലേ, ആ ചഞ്ചലമായിരിക്കുന്ന മനസ്സുള്ള എന്നെ അങ്ങ് ജ്ഞാനത്തിലൂടെ ഉയർത്തിയാലുമെന്നാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്, ഭഗവാനാണ് അർജുനന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രം നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന ആളാണ് അർജുനന്, നമുക്കറിയാം. എല്ലാ സമയത്തും ഭഗവാനാണ് അർജുനെ രക്ഷിക്കാനുണ്ടായിട്ടുള്ളൂ, നിങ്ങൾക്കറിയാം. സന്താനഗോപാലായിക്കോട്ടെ മറ്റുള്ള കഥകളായിക്കോട്ടെ, എപ്പോഴും ഭഗവാൻ അർജുനെ രക്ഷിക്കാൻ ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഗാണ്ഡീവം ചോർന്നു പോണ സമയത്ത്, ഗാണ്ഡീവത്തിന്റെ ഒപ്പം തന്നെ ധൈര്യം ചോർന്നു പോണ സമയത്ത്, മോഹാലസ്യത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് വീഴുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഭഗവാൻ ഒരിക്കലും അർജുനോട് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട അർജുന റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പോയി യുദ്ധം ചെയ്തോളാന്ന്. ഞാൻ എൻ്റെ കൂട്ടുകാരനല്ല, അതുകൊണ്ട് ഒക്കെ ഞാൻ ഏറ്റു എന്നൊരു ഭാവം ഭഗവാൻ പറഞ്ഞിട്ടില്ല. പകരം എന്ത് പറഞ്ഞു? ഉദ്ധരേതാത്മനാത്മാനം, നിന്റെ ഉള്ളിലുള്ള എന്നെ തിരിച്ചറിഞ്ഞ് നീ എന്നെ ഉയർത്ത് എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പനാണ് ആ ശ്രീലകത്തുള്ളത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം.